നമസ്കാരം. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിക്കുള്ളിൽ ഉടലെടുത്ത തർക്കങ്ങൾ ഇപ്പോൾ വൻ പൊട്ടിത്തെറിയിലേക്കാണ് വഴിമാറിയിരിക്കുന്നത്. ഉപനേതാവ് പദവി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ആവശ്യപ്പെട്ട CPIയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് പരസ്യമായി അപമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉപനേതാവ് ആരാണെന്നത് സംബന്ധിച്ച് സ്പീക്കർക്ക് താൻ ഒരു കത്ത് കൊടുത്താൽ മതിയെന്നും ആ കത്തിലെ പേര് CPM നേതാവിന്റെ ആയിരിക്കുമെന്നും പിണറായി മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരുവിധ മടിയുമില്ലാതെ വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞു. ഘടകകക്ഷിയായ CPIയോട് കുറച്ചെങ്കിലും മുന്നണി മര്യാദ കാണിക്കുന്നതിന് പകരം തങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടേണ്ട വെറും അടിമകളാണ് നിങ്ങളെന്ന സന്ദേശമാണ് പിണറായി വിജയൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായി ശക്തമായ വാദങ്ങളാണ് CPI ഉന്നയിച്ചിരുന്നത്. എല്ലാ സ്ഥാനങ്ങളും ഒരൊറ്റ പാർട്ടി മാത്രം കുത്തകയായി വെക്കുന്ന രീതി മാറിയേ തീരുവെന്നും LDFൽ പദവികൾ പങ്കുവെക്കണമെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചിരുന്നു. ഇതിനു പുറമെ CPIക്കെതിരെ ഘടകകക്ഷികളെ തിരിച്ചുവിടാൻ CPM നേതാക്കൾ പിന്നാമ്പുറത്ത് കളി കളിച്ചുവെന്ന ഗുരുതരമായ ആരോപണം പോലും ബിനോയ് വിശ്വം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഈ അലർച്ചകളെല്ലാം വെറും ഗാലറി ഷോ മാത്രമാണെന്ന് പിണറായിയുടെ ഒറ്റ വാർത്താ സമ്മേളനത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. CPIയുടെ ആവശ്യങ്ങളെയും പരാതികളെയും പുല്ലുവില പോലും കൽപ്പിക്കാതെ തള്ളിക്കളയാൻ പിണറായി വിജയന് യാതൊരുവിധ മടിയും ഉണ്ടായില്ല. ഇവിടെ ചോദ്യം നേരിടുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അവരുടെ നേതൃത്വവുമാണ്. സ്വന്തം പാർട്ടിക്ക് അർഹതപ്പെട്ട പദവികൾ പോലും ചോദിച്ചു വാങ്ങാൻ ശേഷിയില്ലാതെ CPMന്റെ അടിമകളായി കഴിയുന്ന ഒരു സംഘടനയായി CPI മാറിയെന്നത് തന്നെ വലിയ അപമാനമാണ്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിഷ്കരുണം തള്ളിക്കളയുകയും ഘടകകക്ഷികൾക്കിടയിൽ തങ്ങളെ ഒറ്റപ്പെടുത്താൻ ഗൂഢനീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു മുന്നണിയിൽ ഇനിയും തുടരാൻ CPIക്ക് നാണമില്ലേ? നട്ടെല്ലെന്നത് CPMന്റെ കാലിനടിയിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ ഇത്രയും മാട്ട് കിട്ടിയിട്ടും ആ മുന്നണിയിൽ തുടർന്ന് നാണം കെടാതെ അന്തസ്സായി LDFൽ നിന്നും പുറത്തു വരാൻ തയ്യാറാകണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ നൽകിയ വലിയൊരു പാഠമായിരുന്നു. എന്നിട്ടും തിരിച്ചറിവില്ലാതെ CPMന്റെ തണലിൽ ഒതുങ്ങിക്കൂടാൻ നോക്കിയാൽ ഭാവിയിൽ CPI എന്നൊരു പാർട്ടി തന്നെ കേരളത്തിൽ ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ്. പാർട്ടി സെക്രട്ടറിയുടെ ബലഹീനത കാരണം ഒരു പട്ടിയുടെ വില പോലും നൽകാതെയാണ് പിണറായി വിജയൻ CPIയെ ആട്ടി പുറത്താക്കുന്നത്. നേതാക്കൾക്ക് സ്വയം ബഹുമാനമില്ലെങ്കിലും അണികളുടെ ആത്മാഭിമാനമെങ്കിലും ഓർത്ത് ഈ അടിമപ്പണി അവസാനിപ്പിക്കേണ്ടതുണ്ട്. സ്വന്തം പാർട്ടിയുടെ മാന്യത കാക്കാൻ നട്ടെല്ലുള്ള മറ്റു നേതാക്കൾ ആരെങ്കിലും CPIയിൽ ഉണ്ടെങ്കിൽ ഈ നിമിഷം രാജിവെച്ച് പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം എത്ര ആട്ടിയാലും ഭരണത്തിന്റെയും പദവികളുടെയും പിന്നാലെ നായയെ പോലെ ഓടുന്ന വെറും ദാസന്മാരായി CPI ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടും.